അവന്മാർക്കേ അവരിപ്പോ ഇവിടെ നിൽക്കുന്നത് പിടിക്കുന്നില്ല. ചേച്ചി ചുമ്മാ ഇത് മനഃപൂർവ്വം ഓവറാക്കണേ. ഹലോ ഗൈസ്, അങ്ങനെ നമ്മുടെ ഉപ്പും മുളകും പുതിയ പ്രൊമോയില് നമ്മുടെ ലച്ചു വീണ്ടും 8ന്റെ മണി മേടിച്ചു കൂട്ടുന്ന ഒരു നിമിഷങ്ങൾ തന്നെയാട്ടോ കൂട്ടുകാരൻ നമുക്ക് കാണുവാൻ സാധിക്കുന്നതേ. വേറൊന്നുമല്ല, നമ്മുടെ കൊഴുപ്പുളത്തെ അച്ഛനും അമ്മയും വന്നിട്ട് ഇപ്പൊ കുറെ ദിവസമായല്ലോ, അവര് പോകുന്നൊന്നുമില്ലല്ലോ. അപ്പൊ നമ്മുടെ ഭവാനിയമ്മൂമ്മ നമ്മുടെ കേശുവിനോട് വെറുതെ പറയുന്നുണ്ട്, അവിടുത്തെ കാര്യങ്ങള് അവിടുത്തെ ആൾക്കാർ തന്നെ ചെയ്തേ എന്താ പറയാ മര്യാദക്കാക്കാൻ പറ്റുള്ളൂ, ഇവിടെ ഇരുന്നുകൊണ്ട് മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിച്ചാൽ ശരിയാകുകയൊന്നുമില്ല എന്ന് നമ്മുടെ കൊഴുപ്പുളത്തെ അമ്മേനെ അച്ഛനെയും പറ്റി നമ്മുടെ ഭവാനിയമ്മൂമ്മ കേശുവിനോട് പറയുന്നുണ്ടേ. അപ്പൊ കേശു ഇങ്ങനെ അമ്മൂമ്മ ഒന്ന് തെളിച്ചു പറ എന്ന് പറയുമ്പോ കുഴുപ്പുളത്തെ അച്ഛനമ്മേനെയും പറ്റിയാണ് പറഞ്ഞത്. അവരെ അവിടെ പോയി അവിടത്തെ കാര്യങ്ങൾ ചെയ്താലേ ശരിയാകുള്ളൂ, വേറെ ആര് ചെയ്താലും ശരിയാവില്ല എന്ന് നമ്മുടെ ഭവാനിയമ്മൂമ്മ എടുത്തു പറയുന്നുണ്ടേ. അപ്പൊ ഇതും കേട്ടിട്ട് നമ്മുടെ ലച്ചു വരുന്നുണ്ട്. അപ്പൊ ലച്ചു ഇത് വേറെ ഒരു രീതിയിലാക്കി എടുക്കും. അതായത്, ഓ അച്ഛനും അമ്മയും വന്നിട്ട് ഇപ്പൊ കുറച്ചു ദിവസമായല്ലോ, ഇവിടെ നിൽക്കുന്നത് ആർക്കും പിടിക്കുന്നില്ല അല്ലേ, ഞാൻ ശരിയാക്കി തരാം എന്നും പറഞ്ഞിട്ട് ലച്ചു അതൊരു വലിയ വിഷയാക്കി എടുക്കുന്നുണ്ട്. അപ്പൊ തന്നെ നമ്മുടെ കേശു പറയുന്നുണ്ട്, ലച്ചു ചേച്ചി ചുമ്മാ ഷോ കാണിക്കല്ലേ, ഇത് വലിയ വിഷയാക്കി എടുക്കാൻ നിൽക്കല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ലച്ചു അത് വിട്ട് കളയുന്നില്ല കേട്ടോ. ലച്ചു അപ്പൊ തന്നെ എന്നിട്ട് അച്ഛൻ്റെ അടുത്ത് അമ്മയുടെ അടുത്ത്, അച്ഛ അമ്മ പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് റെഡിയാവ് എന്നും പറഞ്ഞിട്ട് അവരെയൊക്കെ പെട്ടിയൊക്കെ പാക്ക് ചെയ്തിട്ട് വിളിച്ച് കൊണ്ടുപോകാൻ പോകുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഭവാനി അമ്മൂമ്മ ഉദ്ദേശിച്ചത് അങ്ങനെയല്ല. അപ്പൊ അമ്മൂമ്മ അത് ലച്ചുവിനോട് പറയാൻ വേണ്ടിയൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്, മോളെ ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചെന്നൊക്കെ. പക്ഷെ ലച്ചു അത് കേട്ട ഭാവം നടിക്കാനേ നിൽക്കുന്നില്ല കേട്ടോ. അപ്പൊ നമ്മുടെ ഭവാനി അമ്മൂമ്മയ്ക്കും ദേഷ്യമാവും. അപ്പൊ ഭവാനി അമ്മൂമ്മയും പറയാ, എന്നാ എങ്ങാടെങ്കിലും പോ എന്ന് പറയുന്നതും കാണാം. നമ്മുടെ ലച്ചു ഈ അച്ഛനെയും അമ്മേനെയും വിളിച്ചിട്ട് പടി ഇറങ്ങുന്നതും കാണാം. ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? നമ്മുടെ കുഴപ്പത്തോട് നമ്മുടെ ലച്ചുവും കൂടെ പോവുകയാണോ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ പാറമട വീടിന്റെ അവസ്ഥ എന്തായി തീരുമല്ലേ? കാത്തിരിക്കാട്ടോ. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.